നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എബ്രഹാമിന്റെ കുടുംബത്തിന്റെയും മാതൃക തായ്ക്കണ്ടിയിൽ കുടുംബക്കാരാണെന്ന് തോന്നുന്നു. പിണറായി കുടുംബം കേരളത്തിന്റെ ഐശ്വര്യമെന്ന് മുൻപ് ഇ.പി. ജയരാജൻ പറഞ്ഞതിൽ ചെറിയ ഒരു തിരുത്തു വരുത്തണം. പിണറായി കുടുംബം അഴിമതിക്കാർക്ക് ഐശ്വര്യം. CBI അന്വേഷണം വന്നാൽ എബ്രഹാം കുടുംബത്തോടെ തൂങ്ങുമെന്ന നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇത്രയധികം ആരോപണങ്ങളിൽ വീണ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി CBI അന്വേഷണം നടക്കട്ടെ, സർക്കാർ പിന്തുണയ്ക്കുമെന്ന് പറയാനുള്ള നട്ടെല്ല് ഇരട്ടച്ചങ്കനില്ല. വിശ്വസ്തൻ കുടുങ്ങിയാൽ തലയും തൂങ്ങും. അതുതന്നെയാണ് കാരണം. KM എബ്രഹാം അഗ്നികുണ്ഡത്തിൽ ചാടി സത്യം തെളിയിക്കണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ പിണറായി വിജയൻ വാഴുന്നിടം ധർമ്മരാജ്യമാണെന്നാണ് കോൺഗ്രസ് നേതാവിൻ്റെ IAS ഭാര്യ നിസ്സങ്കോചം പറയുന്നത്. ഐശ്വര്യവും ധർമ്മനിഷ്ഠയും നിറഞ്ഞ നാടായി കേരളത്തെ മുഖ്യമന്ത്രി മാറ്റിയെന്ന് അവർ പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. കോടാനുകോടി ഖജനാവിൽ നിന്ന് കവർന്നെടുത്തതുകൊണ്ടാണല്ലോ KM എബ്രഹാമിൻ്റെ പേരിൽ CBI അന്വേഷണം വേണമെന്ന് നീതിപീഠം ഉത്തരവിട്ടത്. എബ്രഹാം ചെയ്ത കുറ്റത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് ജനങ്ങൾ കണ്ടു നിൽക്കെ തറയിൽ ഉറപ്പിച്ച മുക്കാലിയിൽ കെട്ടിയിട്ട ശേഷം ചാട്ടവാറോ ചൂരലോ കൊണ്ട് കണ്ടത്തിൽ കുടുംബത്തിലെ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ കണ്ടു നിൽക്കെ അയാളുടെ മുതുകടിച്ചു പൊളിക്കണമെന്ന് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ തലമുറയിൽപ്പെട്ടവർ ആഗ്രഹിച്ചു പോകുക സ്വാഭാവികം. പക്ഷേ കാലം അതല്ലല്ലോ. കണ്ടത്തിൽ കുടുംബത്തിലെ ആരെന്ത് അപഹരിച്ചാലും മലയാള മനോരമയ്ക്ക് അത് വാർത്തയല്ല. അതുകൊണ്ടാണ് ഈ ഹൈക്കോടതി ഉത്തരവിൻ്റെ വാർത്ത കടുകുമണി വലിപ്പം മാത്രമായി പോകുന്നത്. കുടുംബസ്നേഹമോ ജാതി സ്നേഹമോ ആണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ കോൺഗ്രസിന് എന്തിൻ്റെ കേടാണ്? ഹൈക്കോടതി പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് വിധിച്ച ഈ ഉത്തരവിൽ എന്തുകൊണ്ട് കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല? ഇതാണോ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയമെന്ന് പച്ചയ്ക്ക് ചോദിച്ച് ശക്തിധരൻ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശക്തിധരൻ KM എബ്രഹാമുമായി ബന്ധപ്പെട്ട നിരവധി പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ശക്തിധരൻ പറഞ്ഞു വെക്കുന്നത് പിണറായി വിജയൻ ഏതറ്റം വരെയും പോയിട്ടാണെങ്കിലും എബ്രഹാമിനെ രക്ഷിച്ചെടുക്കുമെന്ന് തന്നെയാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം CBI കേസെടുത്താൽ കാര്യങ്ങൾ പ്രതിസന്ധിയിലാകും. എബ്രഹാമിനെ സെക്രട്ടേറിയറ്റിലെത്തി CBI അറസ്റ്റ് ചെയ്യും. കേസിൽ എബ്രഹാമിനെ CBI അറസ്റ്റ് ചെയ്യുമോ എന്ന ആശങ്കയും സജീവമായി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ അതിരൂക്ഷമായതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം കിട്ടാനും സാധ്യത കുറവാണ്. തെളിവ് നശീകരണ സാധ്യതയടക്കം കോടതിയിൽ ഉയർത്തി മുൻകൂർ ജാമ്യാവശ്യത്തെ CBIക്ക് എതിർക്കാനാകും. അതിനുള്ള സാധ്യതകളെല്ലാം ഹൈക്കോടതിയുടെ അന്വേഷണ ഉത്തരവിലുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കർ സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തായിരുന്നു അത്. സമാനമായി രണ്ടാം പിണറായി സർക്കാരിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ എബ്രഹാം അഴിക്കുള്ളിലാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. CBI ചുമത്തുന്ന വകുപ്പുകളാകും ഇതിൽ നിർണായകമാകുക. അങ്ങനെ ഒരു CBI അന്വേഷണം കൂടി CM ഓഫീസിലേക്ക് നീളുമ്പോഴാണ് നിർണായക ഘട്ടത്തിൽ ശക്തിധരനും ഇപ്പോൾ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ശക്തിധരൻ്റെ പോസ്റ്റിലെ മറ്റ് ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ആരോപിച്ചത് കേരളത്തിലെ കോൺഗ്രസിനും ബാധകമാണോ? ഇവിടെ CPMും കോൺഗ്രസും ഒന്നാണോ? അതിൻ്റെ പ്രതീകമാണോ ശബരിനാഥിൻ്റെ ഭാര്യ? KM എബ്രഹാം ഇന്നത്തെ പദവിയിൽ അവരോധിക്കപ്പെട്ട നാൾ മുതൽ അദ്ദേഹം ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ വിഷലിപ്ത സാമ്പത്തിക നയത്തിൻ്റെ അപ്പോസ്തലനാണ്. വെറും സ്ട്രീറ്റ് റോമിയോ ആയ ദുർവൃത്തൻ. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ കെണിയിൽ അകപ്പെട്ടതാണ് തെറ്റ് എന്ന് ഇനി കുമ്പസരിച്ചിട്ടും കാര്യമില്ല. 7 വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ മോഹവലയത്തിൽ പ്രലോഭിക്കപ്പെട്ടതോടെയാണ് ഇത്രയും വലിയ കൊള്ളയ്ക്ക് ശിക്ഷണം നേടിയതെന്ന് പറയുന്നതിലും അർത്ഥമില്ല. ഐസക് എന്താ ഡോൺ ജുവാനാണോ? CPMുമായി കയറില്ലാതെ കെട്ടിയ ചില IAS IPS പ്രഭൃതികളുണ്ട്. അവർ CPMൻ്റെ ഉപ്പാണ്. എന്തിനും രക്ഷകനായി ഡോക്ടർ തോമസ് ഐസക്കില്ലേ? ഒന്നും പേടിക്കേണ്ട. ലക്ഷണമൊത്ത മാഫിയയെ ഒത്തുകിട്ടിയാൽ എത്രത്തോളം ഊറ്റിയെടുക്കാമെന്ന് കാരണഭൂതൻ അറിയാം. അങ്ങനെയാണ് M. ശിവശങ്കരനെ ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞത്. ഏറ്റവും ഒടുവിലത്തെ ഊഴം എബ്രഹാമാണ്. മുഖ്യമന്ത്രി എങ്ങനെയാണോ മകളുടെ കൊള്ളയെ സാധൂകരിക്കുന്നത് അതേ ശൈലി തന്നെയാണ് എബ്രഹാമിനും. ഇങ്ങനെ ആയിരുന്നില്ല എബ്രഹാം. മാഫിയകളുടെ സഹവാസം കൊണ്ട് മാഫിയയേക്കാൾ വലിയ മാഫിയയായി. യൂദാസിനെ കാരാഗൃഹത്തിൽ തേടി അലഞ്ഞ ചിത്രകാരൻ്റെ അനുഭവം ഇപ്പോൾ എബ്രഹാമിനും. ഇതായിരുന്നു ശക്തിധരൻ പങ്കുവച്ച പോസ്റ്റ്. അതിൽ പിണറായി വിജയനെയും എബ്രഹാമിനെയും ഒക്കെ കൂട്ടിക്കെട്ടി തന്നെയാണ് ശക്തിധരൻ ആരോപണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്.
ശക്തിധരൻ പങ്കുവച്ച പോസ്റ്റിന് താഴെ ചില കമന്റുകളുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ചില ആൾക്കാർ പങ്കുവയ്ക്കുന്ന കമന്റുകളാണ്. അതിൽ ഒന്ന് രണ്ടെണ്ണം പ്രസക്തമാണ്. അതിങ്ങനെയാണ്: മനസ്സിൽ ദയയുടെ കണിക പോലും ഇല്ലാത്ത കാരണഭൂതൻ തനിക്ക് സുഗമമായ ഭരണം നടത്താനും അതിനെ എങ്ങനെ പണസമ്പാദത്തിന് വിനിയോഗിക്കാം എന്നതിന് പറ്റിയ വാലാട്ടികളെയും ഏറാൻ മൂളികളെയും കണ്ടെത്തുന്നു. ആവശ്യം കഴിഞ്ഞാലോ പിടിക്കപ്പെട്ടാലോ കരിമ്പിൻ ചണ്ടി പോലെ വലിച്ചെറിയും. കുറ്റം അവരുടെ തലയിലും. അവരും ഇത് മനസ്സിലാക്കി തങ്ങൾക്കുതകുന്ന രീതിയിൽ പണം സമ്പാദിക്കുന്നു. ഒരാൾ വലയിൽ വീണ് പരിക്കേറ്റ് അകത്തായി പോയി, അടുത്ത ആൾ തയ്യാറെടുത്ത് നിൽക്കുന്നു. ഇയാൾക്കും അതുതന്നെ ഗതി, അതോ ഗതി. മസാല ബോണ്ടും കിഫ്ബിയും ലാവ്ലിനും തമ്മിലുള്ള ബന്ധവും മറ്റും കൃത്യമായി അന്വേഷിച്ചാൽ ഇതിൻ്റെ പിറകിലും കാണും എക്സാലോജിക്ക്. ആരട്ടിമറിച്ചു? എബ്രഹാമിനെ പൊക്കി ശരിക്കും കൈകാര്യം ചെയ്താൽ എല്ലാം പുറത്തു വരും. ഐസക്കും കുടുങ്ങും. മറ്റൊരാൾ, സുഭാഷ് ബോസ് എന്ന് പറയുന്ന ഒരാൾ പങ്കുവെച്ച ഒരു പോസ്റ്റുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ജനങ്ങൾക്ക് പോലും പല കാര്യങ്ങളും വ്യക്തമായി അറിയാമെന്നുള്ളതാണ്. അയാൾ, ഈ സുരേഷ് ബോസ് പങ്കുവച്ച കമൻറ്റ് ഇങ്ങനെയാണ്: 2017 NHAI 3000 കോടിക്കുള്ള മസാല ബോണ്ട് ഇറക്കി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തത് വെറും 7.30% പലിശയ്ക്കായിരുന്നു. 2 വർഷം കഴിഞ്ഞ് ഏതോ വലിയ കണ്ടുപിടുത്തമെന്ന നിലയിൽ ബുദ്ധിരാക്ഷസന്മാരെന്ന് നടിക്കുന്ന തോമസ് ഐസക്കും KM എബ്രഹാമും കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയപ്പോൾ അതിന് ലോകത്തില്ലാത്ത 9.723% പലിശ. ബോണ്ട് മൊത്തത്തിൽ ലാവ്ലിൻ കമ്പനിയുടെ സബ്സിഡിയറി വാങ്ങിയ ശേഷം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു. രൂപയിൽ റീപേയ്മെന്റ് ആയതുകൊണ്ട് കൂടിയ പലിശ കൊടുക്കേണ്ടി വരും എന്നായിരുന്നു ന്യായീകരണ ക്യാപ്സൂൾ. രൂപയിൽ റീപേയ്മെന്റ് വരുന്ന വിദേശ മാർക്കറ്റിൽ ഇറക്കുന്ന ബോണ്ടിനെയാണ് മസാല ബോണ്ട് എന്ന് പറയുക. NHAIയും അനിൽ അംബാനിയുമൊക്കെ 7+ ഇറക്കിയ ബോണ്ട് പ്രബുദ്ധ കേരളത്തിൽ 2.4% കൂടിയ പലിശയ്ക്ക് ഇറക്കിയിട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ ആർക്കും ഒരു മുറുമുറുപ്പ് പോലും ഉണ്ടായില്ല. ഇത്തരത്തിൽ നിരവധി കമൻറ്റുകൾ ഓരോരുത്തരും പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഈ സർക്കാർ കാണിച്ചു കൂട്ടുന്ന അഴിമതികളുടെ പല വഴികളെക്കുറിച്ച് കേരളത്തിൽ പലർക്കും ബോധ്യമുണ്ട് എന്ന് ഈ കമൻറ്റുകളൊക്കെ തന്നെ വായിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ KM എബ്രഹാം കുടുങ്ങിയാൽ പിണറായിക്കും തോമസ് ഐസക്കിനും നേരെ വിരൽ ചൂണ്ടപ്പെടും എന്ന് തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് ശക്തിധരൻ ഉൾപ്പെടെ പലരും. എബ്രഹാം പഠിച്ച കള്ളനാണ്. പിണറായിയുടെ കരവലയത്തിൽ എത്തിയതോടെ അതൊന്നുകൂടി തേച്ച് മിനുക്കി എടുത്തു എന്നുള്ളതാണ് വാസ്തവം. അതായത് പല ഗിമ്മിക്കുകൾ ഇതിനു മുൻപും ഈ പറയുന്ന KM എബ്രഹാം കാണിച്ചിട്ടുണ്ട്. ആസ്തി ബാധ്യതാ കണക്കിൽ ഭാര്യയുടെയും മക്കളുടെയും സ്വത്ത് വിവരം നൽകിയില്ലെന്നും നിയമവിരുദ്ധമായി സ്വത്ത് സമ്പാദിച്ചെന്നുമായിരുന്നു എബ്രഹാമിനെതിരായ പരാതിയിൽ ചീഫ് സെക്രട്ടറി വിശദീകരണം തേടിയപ്പോൾ ഭാര്യ ഷേർലിക്ക് ദൈനംദിന ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളല്ലാതെ മറ്റ് സ്വത്തുവകകൾ ഒന്നും ഇല്ല എന്ന വിശദീകരണമാണ് KM എബ്രഹാം നൽകിയത്. എന്നാൽ പിന്നീട് നടത്തിയ റെയ്ഡിൽ നിരവധി സ്വർണ്ണാഭരണങ്ങളും മറ്റുമാണ് ഭാര്യയുടെ പേരിൽ തന്നെ കണ്ടെടുത്തത്. ഇതിൻ്റെ ഒന്നും ഉറവിടം ഇതുവരെയും ബോധിപ്പിക്കാൻ ഈ പറയുന്ന KM എബ്രഹാമിന് കഴിഞ്ഞിട്ടില്ല. ഭാര്യയുടെ ബാങ്കിലൂടെ നടത്തിയ പണമിടപാടിൽ നിന്ന് പ്രഥമ ദൃഷ്ട്യാ KM എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് വ്യക്തമാണെന്ന് പറഞ്ഞ ഹൈക്കോടതി ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2016 ഓഗസ്റ്റ് 25-നാണ് KM എബ്രഹാം കിഫ്ബി CEO ആകുന്നത്. അന്ന് എബ്രഹാം ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരം എബ്രഹാമിന് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ചുമതലയോടൊപ്പം കിഫ്ബിയുടെ CEO ആയി കൂടി നിയമിക്കുകയായിരുന്നു. ഇന്ന് KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം വരുമ്പോൾ അദ്ദേഹത്തിന്റെ രാജി ആവശ്യം ശക്തമാകുകയാണ്. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട കോടതിയുടെ കണ്ടെത്തലിൽ വിജിലൻസ് അന്വേഷണം ശരിയായി നടന്നില്ലെന്നും പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അന്വേഷണത്തിന് കഴമ്പുണ്ട് എന്ന് CBI തന്നെ വരണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതും അതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ അഴിമതി ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്നയാളെ എങ്ങനെ കിഫ്ബി പോലെ റേറ്റിംഗ് ഏജൻസികളുടെ കരുണയിൽ നിലനിൽക്കുന്ന സ്ഥാപനത്തിന്റെ തലപ്പത്ത് ഇരുത്തും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വിജിലൻസിന്റെ അന്വേഷണം തടസ്സപ്പെടുത്തുകയും അതുപോലെ തന്നെ കോടതിയെ പോലും കബളിപ്പിക്കുകയും ചെയ്ത ഒരാൾക്ക് തൽസ്ഥാനത്ത് തുടരാൻ സാധിക്കുമോ എന്ന ചോദ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം ചെന്ന് തറയ്ക്കുന്നത് പിണറായിക്ക് നേരെയാണ്. നേരത്തെ സെബി ചെയർമാൻ മാധവി ബുച്ചിനെ പറ്റി ആരോപണം ഉണ്ടായപ്പോൾ CPM രാജി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പിണറായി വിജയന്റെ കാലത്ത് അത്തരം ശബ്ദങ്ങളൊന്നും ഉയരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. വിജിലൻസിന് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്ന ആരോപണമടക്കം CBI അന്വേഷിക്കുമ്പോൾ അത് KM എബ്രഹാമിന് തിരിച്ചടിയാകുന്ന കാര്യമാണ്. എബ്രഹാമിന് മാത്രമല്ല, എബ്രഹാമിനെ മുന്നിൽ നിർത്തി കിഫ്ബിയെ വെച്ച് കളിച്ചിട്ടുള്ള പലർക്കും
തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എബ്രഹാമിൻ്റെ തലയ്ക്ക് മുകളിൽ വാളായി നിൽക്കുന്ന ഈ കേസ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സകല ദൈവങ്ങളെയും വിളിക്കുകയാണ് പ്രതിസന്ധി ഉണ്ടാകരുതേ എന്ന്.